ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വാഴട്ടെ. മക്കളൊക്കെ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. എപ്പോഴും ഓർക്കും, മാതാവിനെ പ്രാർത്ഥിക്കണം, മാതാവ് ഭാഗ്യവതി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? ക്രിസ്തു യേശുവിനെ വളർത്തി ലോകത്തിന് സമർപ്പിച്ചിട്ട് നമ്മൾ ഭാഗ്യവതികളൊക്കെ ആവും. നമ്മുടെ മക്കളെ ക്രിസ്തു യേശു വളർത്തുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളുടെ ക്യാരക്ടറും മക്കളും അവർ ക്രിസ്തു യേശു വളർത്തുന്ന എല്ലാ മക്കളും ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകും. കാരണം എന്തുകൊണ്ടാണ്? ക്രിസ്ത്യാനിയായി യേശു എന്ന് പറഞ്ഞിട്ടല്ല, ക്രിസ്തു യേശു എന്ന് പറഞ്ഞ വചന അവരുടെ ക്യാരക്ടർ, സൗമ്യതയും താഴായ്മയും ഉള്ളവൻ ലോകത്തെ കൈവശാക്കൂന്നല്ലേ ബൈബിൾ വചനം. അതങ്ങനെയാണ്. അതാ സൗമ്യതയൊക്കെ ദൈവത്തിൻ്റെ ആ സ്വഭാവം. അപ്പോൾ അതൊക്കെ നമുക്കുണ്ടാകട്ടെ. എപ്പോഴും ഓർക്കണം, യേശു വചനാണ്. ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, ലോകത്തിൻ്റെ ദൈവമാണ്. അപ്പോൾ ഇവിടെ സങ്കീർത്തനം 115:12-14, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും. ഇസ്രായേൽ ഗൃഹം എന്ന് ഓർക്കണ്ടട്ടെ, ഇസ്രായേൽക്കാർ തന്നെയല്ല, യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ അപ്പടിയ ദൈവം ഇപ്പം അനുഗ്രഹിച്ചേക്കണേ. അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. ഇത് പുതിയ നിയമത്തിന് പഴയ നിയമത്തിലല്ലോ സങ്കീർത്തനം. അത് കാരണം അവൻ യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. അപ്പം യഹോഭക്തൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആശ്രയിക്കുന്ന ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ ഞങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും തന്നെ. ആമേൻ. അപ്പം ദൈവത്തെ ഭയപ്പെട്ട അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എപ്പോഴും ഓർത്തോട്ടെ, നമ്മളെ മക്കളെ ഡോക്ടറും എഞ്ചിനീയറും ആക്കണം. ഞാനൊക്കെ എങ്ങനെയായിരുന്നു. ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാർ ചോദിച്ചു, ഈ പൗലോ കുഞ്ഞിനെ ലോകപ്രശസ്ത സുവിശേഷക്കാരനാക്കണമെന്ന് ശരിക്കും ഉള്ളും കൊണ്ട് പറഞ്ഞാണോ? ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും ഒരു എന്തോരം ഡോക്ടറും എഞ്ചിനീയറും ഉണ്ട്. ഒരു എത്ര പേരുണ്ട് ലോകപ്രശസ്ത സുവിശേഷക്കാർ. എൻ്റെ പൊന്നെ ഒന്ന് ഓർത്തു. ബില്ലി ഗ്രഹാമിൻ്റെയൊക്കെ പുസ്തകം വായിച്ചിട്ട് ഞാൻ കൊതിച്ചു പോയി. എനിക്കും അങ്ങനെ ആത്മീയമായിട്ട് വളരണമെന്നുണ്ട്, ദൈവമായിട്ട് നേരിട്ട് ബന്ധം. പിന്നെ ദൈവം അങ്ങനെയൊക്കെ ഒന്ന് ഒത്തിരി വളർന്നെങ്കിൽ കാതറിൻ ഗുൾമാനും അവരുടെയൊക്കെ പുസ്തകം വായിക്കണം. ദേശപ്പ ബില്ലി ഗ്രഹാം ഇന്ത്യ വന്നപ്പോൾ ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചത് ഒരു സുവിശേഷക്കാരനെ. ലണ്ടനിൽ ചെന്നപ്പോൾ എലിസബത്ത് രാജ്ഞിയെ സ്വീകരിച്ചത്. എന്ന് വെച്ചാൽ ചെറിയ സുവിശേഷക്കാരല്ല, അവരെ യേശുവിൻ്റെ പകരക്കാരായിട്ട് ചെന്നേ. അപ്പം നമ്മുടെ മക്കളൊക്കെ അങ്ങനെ ആട്ടെ, യേശുവിൻ്റെ പകരക്കാരാകട്ടെ. അപ്പം ഗീവവേയുടെ കാര്യം പറയാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്ത് ഇതെല്ലാം ചെയ്യുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ ഗിഫ്റ്റ് വോച്ചറുണ്ട്. ജനുവരി 31 ഞങ്ങൾക്കെടുക്കും. ഇതുപോലെ തന്നെ ഇൻസ്റ്റ, ഫേസ്ബുക്ക് ഇതൊക്കെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്യുന്നവർക്ക് ഡയമണ്ട് റിംഗ് ഉണ്ട്. അതുകൂടാണ്ട് ക്യാഷ് പർച്ചേസ് ചെയ്യുന്നവർക്ക് 25,000 ഗോൾഡ് കോയിൻ ഉണ്ട്. അതുകൂടാണ്ട് പിന്നെ അവിടെ പിന്നെ ഉണ്ടാകുന്നല്ലോ, അവിടെ ഞാൻ മറന്നുപോയി. ബ്യൂട്ടി പാർലർ ബമ്പർ ഞെരക്കെടുപ്പും ഡയമണ്ട് റിംഗ് ഉണ്ട്. ബ്യൂട്ടി പാർലർ നമുക്ക് ഇത് കൂട്ടുണ്ട്, നമുക്ക് 25% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാ ബെനിഫിറ്റും ആസ്വദിക്കുക. പിന്നെ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ കുർത്തയുടെ ആട്ടോ, സൈഡ് ഓപ്പണാണ്. നല്ല യോക്കും ഇങ്ങനെ കയ്യിൽ ടോപ്പും ബോട്ടും ഷോളൂടെ ഉള്ളതാട്ടോ. നല്ലൊരു സെറ്റാട്ടോ. എല്ലാ ഷോളും ഒക്കെ ഉള്ള ഷോളുള്ള ഇങ്ങനത്തെ സെറ്റുകൾക്ക് എല്ലാം ഡിമാൻഡാണ്. അപ്പം എല്ലാത്തിൻ്റെയും പാരൽ ബോട്ടാട്ടോ. താഴെ ബോട്ടം ഒരുമാതിരി വീതിക്കുക തന്നെ. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. 1599 1599 ആട്ടോ. 2 കളറുണ്ട് കേട്ടോ, മീഡിയം തൊട്ട് XXL വരെ. ഇപ്പം ഇങ്ങനത്തെ സെറ്റുകൾക്ക് ഭയങ്കര ഡിമാൻഡാട്ടോ. സാധാ കുർത്തേനേക്കാളും ടോപ്പും ബോട്ടവും ഷോളൂടെയുള്ള ഇങ്ങനത്തെയാണ് ഭയങ്കര നല്ല ചിലവാണ്. നല്ല രസമുള്ള സംഭവങ്ങളാണ്. ടോപ്പും ബോട്ടവും ഷോളും ഉണ്ട്. 1599 ഉള്ളൂ. നല്ലതാണ്, പ്യുവർ കോട്ടൺ ആണ്. ഇത് നമ്മൾ ടോപ്പ് തന്നെ ഇട്ടായിരുന്നു. നല്ലതാട്ടോ. നല്ലൊരു ഇങ്ങനെ ഒരു ഡസ്റ്റി ചാർട്ടാണ്. കലങ്കാരി ബോട്ടോ ആണ്. നല്ല രസം. ബോട്ടോ ഉള്ളത് ഇപ്പോഴാട്ടോ കൊണ്ടുപോകാൻ. ആദ്യം ടോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1499. നല്ലൊരു ബ്രാൻഡ് ഇതാട്ടോ ടോപ്പ്. മീഡിയം തൊട്ട് XXL വരെ. ഇതിൻ്റെ ടോപ്പൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാം വിറ്റ് പോയായിരുന്നു. ഫോട്ടോ ഉണ്ടോ?
ഇത് റയോൺ സൈഡ് ഓപ്പൺ ആട്ടോ. റയോൺ അല്ല കേട്ടോ, പഴയ റയോൺ അല്ല, 2-in-1 എന്ന് വെച്ചാൽ കൂടിയതാട്ടോ. നല്ല ഇങ്ങനെ പഴയ റയോണെ പോലെ അവശതയൊന്നും ആവില്ല. ഉണർവ് വരുമൊക്കെ ഉണ്ട്, അവശത കുറവാണ്. ബോട്ടം ദേ ചുറ്റും എലാസ്റ്റിക് ഇട്ട്, ലൈനിങ് ഇല്ല, 1199. ലാർജ് തൊട്ട് 3S വരെ നല്ല കോട്ട് സെറ്റുകളാണ്. ഏലൈനല്ല കേട്ടോ, സൈഡ് ഓപ്പൺ ആട്ടോ. ഷോള് ഇച്ചിരി ഓർഗൻസയുടെ ഷോളാട്ടോ. ഇത് നല്ല ബേജ് കളർ, നല്ല ഓർഗൻസയിൽ 2 വശവും വർക്കുണ്ട്. ഉള്ളിൽ ബുട്ട ഡിസൈൻ ഉണ്ട്. എത്രയും 599 ഉള്ളൂ കേട്ടോ. നല്ല ഷോളാട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ് ഓർഗൻസ ഷോള്. എനിക്ക് ഒത്തിരി ഒട്ടിക്കിടക്കുന്ന ഷോൾ ഇഷ്ടമല്ല, എന്നെ സംബന്ധിച്ചിട്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. 599. ഒത്തിരി ഒട്ടിക്കിടക്കാകുമ്പോൾ എനിക്ക് തടിവും നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുക. അങ്ങനെ ഒട്ടിക്കിടക്കുന്ന ചുരിദാർ സാരിയൊക്കെ എടുക്കുമ്പോൾ എല്ലാം അങ്ങനെ ബും നിൽക്കണ പോലെ. 1599 ആട്ടോ. പീച്ച് നല്ല, അയ്യോ 599, സോറി 15 അല്ല. ദൈവമേ, വെറും 599. ഇപ്പം ഞാൻ വെറും ഉപയോഗിക്കാറില്ല അല്ലേ. മറ്റേ എപ്പോഴും ഞാനിങ്ങനെ ഇതിന് വെറും 590 അങ്ങനെ. അതെങ്ങനെ മാറിപ്പോയി എന്നിന്ന് ഇപ്പോൾ വന്നപ്പോൾ ഞാൻ ഓർത്തത്. നല്ല ലൈലാക്കി കളറ് 599. ടോപ്പ് മാത്രമുള്ളൂ. ഒറിജിനൽ അജ്രക്കാട്ടോ. ടോപ്പ് മാത്രം 999. കൈക്ക് ലൈനിങ് ഉണ്ട്, ടോപ്പിന് ലൈനിങ് ഉണ്ട്. ലാർജ് തൊട്ട് 3S വരെ 250 അല്ലേ, അതോ എത്ര 230 പെർ മീറ്ററിന്. ഹാൻഡ് വർക്കും ഉണ്ട്. ഇത് നമ്മളിതിൻ്റെ ബാക്കി എല്ലാ ഷെയ്ഡും കൊണ്ടുവന്നായിരുന്നു കഴിഞ്ഞ തവണ. ഈ വർക്കിൻ്റെ ഈ കൈക്കൊക്കെ വർക്കുണ്ട്. ഭയങ്കര രസമായിട്ട് ഇടുമ്പോൾ. ഇത് ഈ കളർ മാത്രം നമ്മൾ റിപ്പീറ്റ് വരുത്തിയതാട്ടോ. ഏ 1499. സൈസ് മീഡിയം തൊട്ട് എക്സൽ വരെ 1499 അല്ലേ. ഇങ്ങനത്തെ കുർത്ത ഭയങ്കര ഡിമാൻഡാട്ടോ. ഇപ്പോൾ പക്ഷേ ഒത്തിരി കിട്ടാൻ പാടാട്ടോ. പീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പീച്ച് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്, കാണിക്കാം കേട്ടോ. നല്ല സ്ലബ് കോട്ടനാണ്, സൈഡ് ഓപ്പൺ ആണ്, ലൈനിങ് ഇല്ല. പക്ഷെ ഭയങ്കര രസട്ടോ. ബ്ലാക്ക് ബ്ലോക്ക് പ്രിൻ്റൊക്കെ വെച്ച് ബോട്ടം ഇങ്ങനെ ചുറ്റും. ഇത് താഴെയുണ്ട് വർക്ക്. ആ ടോപ്പിൻ്റെ താഴെ അതെ മൊത്തം നല്ല രസട്ടോ. ലേസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ബാക്കിലും ഉണ്ട് 1299. അയ്യോ ഭയങ്കര രസട്ടോ. 1299 ഉള്ള ലാർജ് തൊട്ട് XXL വരെ. അതെയോ, മീഡിയം തൊട്ട് XXL വരെ. എന്നെ തെറ്റിക്കണേ. സ്വർണ്ണവില കൂടിയില്ല. ഞാൻ പറഞ്ഞാൽ എല്ലാവരോടും സ്കീമിൽ കൂടുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടാൻ മടിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്ര രൂപയാണ്. നമ്മൾ 1000 രൂപ ഗ്രാമിന് വ്യത്യാസമായി നമ്മൾ കട തുടങ്ങിയപ്പോൾ മുതൽ. ഒരു 7-8 മാസമായിട്ട്. ഇത് നോക്കി, നല്ല സിൽക്ക് ഷോള് 230. 230. നല്ല സൂപ്പറാണ്. ഇതിൻ്റെ പല ഷെയ്ഡുണ്ട്. സെൽഫാണ്, ചുറ്റും ലേസ് വർക്കാണ്. നല്ല ഷോളുകൾ. ഒരു സിൽക്ക് സെമി സിൽക്ക് ഷോളുകളാണ്. $230. അടിപൊളിയാണ്, സൂപ്പറാണ്. പീച്ച് ലൈലാക്ക്. വേണ്ട കളറുണ്ടല്ലോ. ഗ്രീൻ
ഈ കുർത്തയുടെ പടം ഇട്ടുതരാം കേട്ടോ. ഈ കുർത്ത ഇവിടെ വന്ന് കെട്ട് പൊട്ടിച്ച് എത്ര കെട്ട് വന്നു. വീഡിയോ ഇടുന്നതിന് മുമ്പ് കുറേ ആൾക്കാർ കൊണ്ടുപോയി കേട്ടോ. ഇതിൻ്റെ വേറെ ഷെയ്ഡ് കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡ് തന്നെ നമുക്ക് റീസ്റ്റോക്കിൽ കിട്ടിയേക്കണത്. ഇത് ബോട്ടത്തിൻ്റെ അടിയിൽ വർക്കുണ്ട്. ഇത് ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇട്ടാലും ഭയങ്കര രസം. 1599 വിലയുള്ളൂ. മീഡിയം തൊട്ട് XXL വരെ നല്ല രസമാണ് കേട്ടോ. ഇടാനും ഭയങ്കര സുഖം. ഇത് കട്ട് ചെയ്താട്ടോ തയ്ച്ചേക്കണം. പീസൊക്കെ കട്ട് ചെയ്ത് ആ തയ്യലും നല്ല ഇടാനും ഭയങ്കര സുഖം. ഇത് സൈഡ് ഓപ്പൺ ആണ്. റയോൺ മെറ്റീരിയലാണ്. കോളറുണ്ട്. 550 രൂപയുള്ളൂ കേട്ടോ. മീഡിയം തൊട്ട് XXL വരെ. ഇത് നല്ല ഫിനിഷിങ്ങിലുള്ള തയ്യലൊക്കെ ആട്ടോ. ഈ വേനക്കിടാനും നല്ല സുഖം. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം റയോൺ. എനിക്കിഷ്ടം അമ്മച്ച് കോട്ടൺ തന്നെ. കോട്ടൺ ഇടൂല. 550. അടിപൊളി കോട്ടൺ കൊണ്ട് കൊടുത്തിട്ട്. അതെയോ? ആ, ഇത് കോളർ വെച്ചിട്ട് സെയിം സൈസും ലാർജ് തൊട്ട് 3XL വരെ ഉണ്ട്. ഇതും 550 രൂപയാണ്. ഇത് സ്ലിറ്റ് ഇല്ലാത്ത ആട്ടോ. സൈഡ് ഓപ്പൺ വേണ്ടവർ അതെടുത്തോ, സൈഡ് ഓപ്പൺ വേണ്ടാത്തവർ ഇതെടുത്തോ. ഇത് റയോൺ തന്നെയാണ്. ലാർജ് തൊട്ട് ഇത് 3XL വരെ. അപ്പോൾ ആ പച്ചയോ? പച്ച മീഡിയം തൊട്ട് XXL വരെ. ഇത് ലാർജ് തൊട്ട് 3XL വരെ. കുറേ കുർത്തകളുണ്ട് കേട്ടോ. ഇവിടെ കുർത്ത എന്തോരം വീഡിയോ പിടിച്ചിട്ടാലും നമുക്ക് വരുന്നുണ്ട് കസ്റ്റമർ ഒത്തിരി. അപ്പം മെയിൻ വന്ന് കുർത്തയാണ്. ഈ കോഡ് സെറ്റ് ഇറങ്ങിയ പിന്നെ ഇത്രയും തിരക്ക്. ഇതേ സൈഡ് ഓപ്പൺ ആണ്. കോഡ് സെറ്റാണ്. കോളറ് വി ഒരു ക്രോഷ്യോ ലേസ് വെച്ചിട്ടുണ്ട്. നല്ല പാരൽ പാൻ്റാട്ടോ. 1099 രൂപയുള്ളേ. ലാർജ് തൊട്ട് XXL വരെ. ഇതിൻ്റെ ഈ ഒരു കളറുള്ളോ? നമ്മുടെ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ. കോളറും ഇങ്ങനത്തെ ഒരു വി. 750. കൈക്ക് ലൈനിങ് ഇല്ലേ. മീഡിയം തൊട്ട് XXL വരെ. എൻ്റെ ബാക്കിലൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ആട്ടോ കട്ടിങ് ഒക്കെ. അതെ ഇത് വെറൈറ്റി ഒക്കെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഇങ്ങനെ മീഡിയം തൊട്ട് XXL വരെ. നല്ല ആട്ടോ. മൊഡാൽ സെമി മൊഡാൽ ഷോള് 599. പ്ലെയിൻ ചുരിദാറുകളോ എന്ത് സുഖ അങ്ങനെ പിടിച്ചിട്ട് 599 അല്ലേ. അടിപൊളി. നല്ല സുഖം. ലൈലാക്കി കളറ്. ഈ ജെറി വർക്കൊക്കെ ഇങ്ങനെയുള്ള കാരണം ഒരു ഭയങ്കര ലുക്കുണ്ട്. നമ്മളൊരു ചുരിദാർ സെറ്റിൽ വന്നിറന്നല്ലോ ഇത് അല്ലേ. നല്ല ഷോളുണ്ടോ. നല്ല കൂളിങ്ങാ. ആ മൊഡാലിൻ്റെ ആ കൂളിങ്ങൊക്കെ ഉണ്ട്. ഇത് കോഡ് സെറ്റ് തന്നെയാണ് കേട്ടോ. കോട്ടൺ ആട്ടോ. ഞാൻ ഓർത്ത് റയോണായിരുന്നു. കോട്ടണാണ്. 1199 ആണ്. ബോട്ടം ഇങ്ങനെയാണ്. ബാക്ക് എലാസ്റ്റിക്, ഫ്രണ്ട് ഇങ്ങനെ പാരലൽ പാൻ്റൊക്കെ എല്ലാം. ലൈനിങ് ഒന്നുമില്ല. സൈഡ് ഓപ്പൺ ആണ്. നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. മീഡിയം തൊട്ട് 3XL വരെ. കൈയുടെ സൈഡൊക്കെ കണ്ടോ നല്ല. അപ്പം ഇങ്ങനത്തെ കുർത്തകൾ ആൾക്കാർക്കൊക്കെ ഒരു നല്ലൊരു മോഡേൺ ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ തടി പറഞ്ഞെങ്കിൽ ഞാൻ കുർത്ത ഇട്ടാൽ ഈ കുർത്തയല്ല ഫ്രോക്കിടാണ് ഇഷ്ടം. എല്ലാവരും ഒന്ന് ഫ്രോക്ക് ഇട്ട് തുടങ്ങിയെങ്കിൽ എല്ലാവരും ഇട്ടിട്ട് വേണം. ധൈര്യമില്ല. ഇത് സൂപ്പറാട്ടോ. നമ്മളൊരു പ്രാവശ്യം ഇതിൻ്റെ ഇട്ടിട്ട് ഭയങ്കര ഡിമാൻഡായിരുന്നു. നല്ല മെറ്റീരിയൽ എന്ന് വെച്ചാൽ കയ്യേലൊക്കെ ഈ ഹാൻഡ് വർക്കും ഇതൊക്കെ ഉണ്ട്. മിറർ വർക്കുണ്ട്. സൂപ്പർ സംഭവം.
താഴെ വരെയുണ്ട് കേട്ടോ. നല്ല ബ്രാൻഡ് സംഭവമാണ്. എൻ്റെ ബോട്ടം ഉണ്ട്. ത്രെഡല്ല, പെയിൻറ്റിങ് ആണ്. 1499 ആട്ടോ. അടിപൊളി സംഭവം ആട്ടോ. ഇതൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. സൈഡ് ഓപ്പൺ ആണെന്ന് തോന്നുന്നു അല്ലേ? സൈഡ് ഓപ്പൺ ആണ്. ഇതിനൊക്കെ പോക്കറ്റ് ഉണ്ടോ? ഈ ബോംബെ കുർത്തക്കൊക്കെ മിക്കതിനും പോക്കറ്റ് ചിലതിന് കാണും. ഉണ്ടെന്ന് തോന്നുന്നു. നോട്ടോ ഇല്ലേ? പോക്കറ്റാണോ? സൈഡ് ഓപ്പൺ ആണ്. സൈഡ് ഓപ്പൺ ചിലതിനൊക്കെ കാണാറുണ്ട്. നല്ല ഭംഗി. മീഡിയം തൊട്ട് 3X വരെ. റേറ്റ് ഒന്നുകൂടെ പറഞ്ഞാൽ 1499. തുണിയുടെ വില വ്യത്യാസം അനുസരിച്ചാട്ടോ റേറ്റ് വ്യത്യാസം തന്നെ. ഒത്തിരി കൂടിയ കോട്ടൺ ആകുമ്പോൾ അതിലെ വർക്കും ഇങ്ങനെ ഭയങ്കര കനം കുറഞ്ഞ നല്ല നെഴു അടിക്കില്ല. ഇത്ര കൂടിയ കോട്ടൺ ആട്ടോ. ഷോള് ഇത് നമ്മളെപ്പോഴും നമ്മുടെ കടയിൽ കൊടുക്കണതാ. 450, 450. എല്ലാത്തിനും കൊള്ളിക്കാട്ടോ. ഇട്ടാലും ഇങ്ങനെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. എപ്പോൾ റീസ്റ്റോക്ക് അടിച്ചാലും നമുക്ക് വിറ്റ് തീരണ സംഭവമാട്ടോ. 450 ഉള്ളൂ. നല്ല ഷോളുകൾ. അടിപൊളി ഷോളാണ്. 450 ഉള്ളൂ. സൂപ്പർ ഷോള്. ഇതിൻ്റെ നമ്മൾ വേറെ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ലൈനിങ് ഇല്ല, ഏലൈനാണ്. പിന്നെ ഇതിൻ്റെ നല്ലൊരു പാറ്റേൺ ആട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നല്ല സിമ്പിൾ പാറ്റേൺ ആണ്. 1299. 1299. മീഡിയം തൊട്ട് 3X വരെ 1299 ആണ്. നല്ല കളേഴ്സ് ആട്ടോ, നല്ല ഡിസൈനുകൾ. കാണിക്കാം. ഇത് 2 കളറുള്ളോ? ഇത് 2 ഡിസൈനുള്ളൂ കേട്ടോ. ഇത് സൈസ് എത്രയൊക്കെയാണ്? മീഡിയം തൊട്ട് 3X വരെ ഉണ്ട് കേട്ടോ. നല്ലതാണ് ഇടാനും. ഈ സ്ലബ് കോട്ടനാണ്, നല്ല മെറ്റീരിയലാണ്. പിന്നെ റേറ്റ് എത്രയാണ്? 1299. ഇത് റയോൺ സൈസ് കൂടിയതാട്ടോ. 3X തൊട്ട് 5X വരെ 550. ഞാനേ വേറെ റയോൺ കാണിച്ചല്ലോ എന്ന് ഓർത്തുകൊണ്ട് അടുത്ത വീഡിയോയ്ക്ക് കാണിച്ചാൽ മതി എന്ന് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. 3X തൊട്ട് 5X വരെ എപ്പോഴും ആൾക്കാർ ചോദിച്ചു വന്നതാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കാണാനും ഭയങ്കര പാടാണ്. ഇത് വലിയ കുഴപ്പമില്ലല്ലോ, നല്ല പ്രിൻ്റുകളല്ലേ. ലൈനിങ് ഒന്നുമില്ല. ഷോൾഡർ പാഡ് വെച്ചിട്ടുണ്ട്. ലൈനാണ്. അപ്പോൾ 3X തൊട്ട് 5X വണ്ടിയുണ്ട്. റേറ്റ് എത്രയായിരുന്നു? 550 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇനി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് എടുത്തോ. വെബ്സൈറ്റിൽ എടുക്കുന്നവരെ ഇങ്ങനെ സമയമില്ല, പിന്നെ ഒരു മറുപടി പറയുമ്പോൾ അങ്ങനെ സമയമില്ലാത്തവരൊക്കെ വെബ്സൈറ്റിൽ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ 4 നമ്പറുണ്ട്, വാട്സപ്പ് കോൾ വിളിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ഓർക്കണം, ഇങ്ങനെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്കീമിൽ ചേരാൻ കൂടണം. നിങ്ങൾ ഓർക്കുകയോ എനിക്ക് സ്വർണം വില കൂടിയപ്പോൾ ഏതാണ്ട് വിരോധം പോലെ. അങ്ങനെയല്ല, സ്വർണം വിരോധിച്ചിട്ടും കാര്യമില്ല. സ്വർണം കേരളത്തിൽ മേടിച്ചാലും ഇല്ലെങ്കിലും സ്വർണ്ണം ഇൻ്റർനാഷണൽ സംഭവമാണ്. എല്ലാവരും ലിക്വിഡ് അസറ്റായിട്ടാണ് അതിനെ കരുതുന്നത്. അതിൻ്റെ വില കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അത് ഓർത്തുകൊണ്ടിരുന്നിട്ട് ഇപ്പം മേടിക്കുക, നാളെ പിന്നെയും കൂടൂലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ മോൻ ഇങ്ങനെ ജോലി കിട്ടിയപ്പം 50,000 രൂപ കൊടുത്താന്ന് 2 വർഷമായത് സ്വർണം മേടിക്കാൻ നടക്കും. അത് വില കുറയുമെന്ന് ഓർത്തുകൊണ്ട് ഇനി അത് മേടിക്കുമെന്ന് തോന്നല്ല. ഞാൻ ചോദിച്ചു, ഈ 50,000 രൂപയ്ക്ക് സ്വർണം മേടിക്കാൻ ഈ 2 വർഷം നോക്കിയത് കയ്യിൽ എത്ര പവനുണ്ട്?
25 പവൻ 30 പവൻ കാണും. അപ്പോൾ വില കൂടിയതല്ലേ നല്ലത്. 30 പവൻ 50,000 രൂപയ്ക്ക് ഒരു പവനേ കിട്ടുള്ളൂ. അതിനു വേണ്ടി വില കുറയാൻ നോക്കിയിരിക്കണേ എന്തിനാ? വില കൂടിയത് നന്നായില്ലേ? കയ്യിൽ 10-30 പവനുള്ളതിന് ഈ വില കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. നമ്മുടെ ചിന്താഗതിയുടെ ബോധക്കുറവാണ്. അപ്പോൾ ആൾക്കാരിങ്ങനെ വില കുറയട്ടെ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾക്ക് എല്ലാവർക്കും സ്ഥലത്തിന് വില കൂടണമെന്ന് ആഗ്രഹം. എന്തുകൊണ്ടാണ്? സ്ഥലമുള്ളവന് സ്ഥലത്തിന് വില കൂടണമെന്ന് ആഗ്രഹം. സ്ഥലം മേടിക്കാനുള്ളവന് കുറയാൻ ആഗ്രഹിക്കണം. കുറഞ്ഞാൽ ആരും മേടിക്കൂല. സ്വർണ്ണമായാലും വില കുറഞ്ഞപ്പോൾ ആ ടാക്സ് കുറച്ചപ്പോൾ 50,000 വന്നാൽ അന്നേരം ഞങ്ങളുടെ കടയിൽ ഒരു മനുഷ്യൻ കയറിയില്ല. പിന്നെയും കുറയാൻ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വരും. എന്നായാലും കുറയൊന്നുമില്ല. അപ്പോൾ സ്കീമിൽ കൂടുമ്പോൾ ഇപ്പോൾ വില ഇങ്ങനെ കൂടുമ്പോൾ നമുക്ക് കുറേശ്ശെ എമൗണ്ട് ഇട്ട് ഒരു ലിക്വിഡ് അസറ്റായിട്ട് നമുക്കത് അനുഭവിക്കുകയും ചെയ്യാം. മാലയും കമ്മലും ഒക്കെ ആയിട്ട് ഇടാം. കുറേ നാൾ കഴിയുമ്പോൾ വിറ്റ് കാശ് മേടിക്കാം. കാശിന് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണയം വയ്ക്കാം. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ 6,650 രൂപ കട തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 7,400-500 ആകാറായി. കൃത്യം 1000 രൂപയുടെ വ്യത്യാസമായി. ഇപ്പോഴെങ്കിലും കൂടട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അനുഗ്രഹമാകും. ഞങ്ങൾക്കും അത് അനുഗ്രഹമായി മാറട്ടെ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.